ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാമെന്നും അപ്രകാരം രാഷ്ട്രീയ അധികാരം കൈയാളാമെന്നും ആദ്യം മനസ്സിലാക്കിയത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാർ രാജ്യം വിട്ടുപോയതിനു ശേഷം അതേ തന്ത്രം ഭാവിയിൽ ഇന്ത്യയുടെ അധികാരം കൈയാളേണ്ടിയിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരും സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ തന്ത്രം വളരെ മനോഹരമായി പയറ്റിയതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിച്ചത്. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ എന്ന ഒരു രാജ്യമുണ്ടാകുന്നു. അപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാകുന്നു. ഇന്ത്യയുടെ ഭരണാധികാരത്തിലേക്ക് അതിൻ്റെ തലവനായി കടന്നു വന്നത് ജവഹർലാൽ നെഹ്റു. അപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായി കടന്നു വന്നത് മുഹമ്മദ് അലി ജിന്ന. ഏതായാലും ഇപ്രകാരമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിറവി. ഈ പിറവിയിൽ ഇരു രാജ്യങ്ങളും സ്വീകരിച്ചത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഒരു ഉപരിസഭ, ഒരു അധോസഭ. ഉപരിസഭ ലോക്സഭ, രാജ്യസഭ, അധോസഭ, ലോക്സഭ. ഇവിടെ ഉപരിസഭ എന്ന് പറയുമ്പോൾ അതിനാണ് പരമാധികാരം എന്ന് പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് അധോസഭയായ ലോക്സഭയാണ്. അതിൻ്റെ നേതാവ് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ തുരുത്താൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളിനാണ് പൂർണ്ണമായ അധികാരമുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാരും മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരും പ്രതിപക്ഷത്തെ എംപിമാരും പ്രതിപക്ഷ നേതാവും ഇവരെല്ലാവരും കൂടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രപതി അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയ അധികാരി എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറയുന്നത്. പാർലമെൻറ്റിൽ പാസ്സാകുന്ന ഒരു നിയമം അത് തനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തനിക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും അതിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതി നിർബന്ധിതനാണ്. അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പാകിസ്ഥാനിലും അങ്ങനെയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ രാഷ്ട്രപതി എന്ന അധികാര സ്ഥാനം തിരഞ്ഞെടുക്കാനാണ് പാകിസ്ഥാന് വേണ്ടി പടപൊരുതി പാകിസ്ഥാൻ നേടിയെടുത്ത മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചത്. അത് പിൽക്കാലത്തിന് അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു പാരയായി പണിയായി പരിണമിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ കടലാസിൽ പാകിസ്ഥാൻ്റെ ഭരണാധികാരി ജിന്നയായിരുന്നു എന്ന് മാത്രം. അതിനപ്പുറം രാജ്യത്തിൻ്റെ ഭാഗധേയങ്ങളിലോ ഭാവി തീരുമാനങ്ങളിലോ ഒന്നും അദ്ദേഹത്തിന് യാതൊരുവിധ റോളുകളും ഉണ്ടായിരുന്നില്ല. അപ്രകാരം ദുരന്തപൂർണമായി തന്നെ മുഹമ്മദ് അലി ജിന്നയുടെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും തകർന്ന തരിപ്പണമായി തീരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദുരന്ത നായകനായി അദ്ദേഹം മരണത്തെ പുൽകുകയും ചെയ്തു.